മക്കളെ നമ്മൾ നാലാമത്തെ ചാപ്റ്റർ റിഡോക്സ് റിയാക്ഷനിൽ ബാലൻസിങ് ദി കെമിക്കൽ ഇക്വേഷൻ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. കുറച്ച് കെമിക്കൽ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻസ് നമ്മൾ എങ്ങനെയായിരിക്കും ബാലൻസ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ പറയാൻ പോണത്. ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. Mg+O2 ഗിവ്സ് MgO. ഇതാണ് ചോദ്യം. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആറ്റങ്ങൾ എത്രയുണ്ടെന്നുള്ളതാണ്. എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം മനസ്സിലാക്കണം. ഇവിടെ Mg എന്ന് പറയുന്നത് എത്ര ആറ്റം ഉണ്ട്? ഒരെണ്ണം. എങ്ങനെ മനസ്സിലായി ഒന്നാണെന്ന്? അവിടെ നമ്പേഴ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി? 1 ആണെന്ന് മനസ്സിലായി. ഇവിടെ എത്ര ആറ്റം ഉണ്ട്? 2. താഴത്ത് 2 കിടക്കുന്നതുകൊണ്ട് ഇവിടെ എത്ര ആറ്റം ഉണ്ട്? ഓക്സിജൻ 2 എണ്ണം. ഇനി നമുക്ക് പ്രൊഡക്റ്റിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ മാഗ്നീഷ്യം എത്ര ഉണ്ട്? 1. ഇവിടെ ഓക്സിജൻ എത്ര ഉണ്ട്? 1. ഇത് എണ്ണം സെയിം ആണോ രണ്ട് സൈഡിലും? അല്ല. നമ്മുടെ ഡ്യൂട്ടി എന്താണ്? കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ആക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്യൂട്ടി എന്താണ്? രണ്ടും സെയിം ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. ഓക്കെ. അപ്പോൾ ഇവിടെ ഓക്സിജൻ 2 എണ്ണമാണ് നമുക്കുള്ളത്, ഇവിടെ ഒരെണ്ണമാണ് ഉള്ളത്. അപ്പോൾ എന്താക്കണം? ഈ സൈഡിൽ 2 എണ്ണം ആക്കണം, അല്ലെങ്കിൽ രണ്ട് സൈഡിൽ നമ്പേഴ്സ് എത്ര എണ്ണം ആക്കണം? ഈക്വൽ ആക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഫ്രണ്ടിൽ നമ്പർ ഇടാൻ പാടില്ല. ഫ്രണ്ടിൽ നമ്പർ ഇടാം, താഴത്ത് ഇങ്ങനെ കൊണ്ടുപോയി നമ്പർ ഇടാൻ വേണ്ടി പാടില്ല. ഫ്രണ്ടിൽ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു 2 ഇട്ടെന്ന് വിചാരിക്കുക എക്സാമ്പിളായിട്ട്. അങ്ങനെ 2 ഇട്ട് കഴിഞ്ഞാൽ ഈ മഗ്നീഷ്യം എത്ര എണ്ണം ആവും? 2 എണ്ണം ആവും. ഓക്സിജനും എന്താവും? 2 എണ്ണം ആവും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാമല്ലോ, ചെയ്ത് നോക്കിയാലോ അങ്ങനെ ഒന്ന്. അപ്പോൾ ഇവിടെ നോക്കിയേ, മാഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗിവ്സ്, ഞാൻ എന്ത് ചെയ്ത് ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്ത്. അപ്പോൾ എന്തായി? 2 MgO എന്നായി. ഇപ്പം ഇനി നോക്കിയേ, ഒരു മാഗ്നീഷ്യം 2 ഓക്സിജൻ, 2 മാഗ്നീഷ്യം 2 ഓക്സിജൻ. ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നം വന്നേക്കണം? മാഗ്നീഷ്യം എന്തായി? ഒരെണ്ണമായി. മാഗ്നീഷ്യം ഒരെണ്ണമായി. മാഗ്നീഷ്യം എത്ര ആക്കണം നമുക്ക്? 2 എണ്ണം ആക്കണം. അപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? മാഗ്നീഷ്യത്തിൻ്റെ ഫ്രണ്ടിൽ എന്ത് ചെയ്ത് കൊടുക്കാം? 2 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്തായി? ഇവിടെ 2 ആയി. ഇക്വേഷൻ ബാലൻസ് ആയില്ലേ? എല്ലാ സൈഡിലും ആറ്റംസ് ഈക്വൽ ആയില്ലേ? ഇതാണ് നമ്മളൊരു ഇക്വേഷൻ, കെമിക്കൽ ഇക്വേഷൻ ബാലൻസ്ഡ് അല്ലാത്ത വന്നു കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യേണ്ടത്. ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണ്? താഴത്ത് കൊണ്ടുപോയിട്ട് നമ്പർ ഇടാമോ? ഇല്ല. താഴത്ത് നമ്പർ ഇടാൻ വേണ്ടി ഇങ്ങനെ നമ്പർ ഇടാൻ വേണ്ടി പാടില്ല. നമ്മളെന്താ ചെയ്യേണ്ടത്? ഫ്രണ്ടിലിടണം നമ്പർ. ഫ്രണ്ടിലിടുമ്പോൾ ഗുണം എന്താണ്? ഇവിടെ എത്ര മാഗ്നീഷ്യം ആറ്റം ഉണ്ട്, ഓക്സിജൻ ആറ്റം ഉണ്ട്, 2 പേരെ നമ്പർ എന്താവും? കൂടും. ഓക്കെ ആണല്ല? നമ്പർ നമുക്ക് മായ്ച്ചാഞ്ഞ് കുറക്കാൻ വേണ്ടി പറ്റുമോ? അതും പറ്റൂല. ഓക്കെ, ക്ലിയർ അല്ലേ? H2+Cl2 ഗിവ്സ് HCl. ഇത് ബാലൻസ്ഡ് ആണോ നോക്കാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം നോക്കണം. ഫസ്റ്റ് ഹൈഡ്രജൻ എത്ര ഉണ്ട്? 2. ക്ലോറിൻ എത്ര ഉണ്ട്? 2. H ഇവിടെ എത്ര ഉണ്ട്? 1. Cl എത്ര ഉണ്ട്? 1. ക്ലിയർ ആണല്ല? രണ്ട് സൈഡിലും സെയിം ആണോ? അല്ല. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ എത്ര ആക്കണം? 2 ആക്കണം. എന്താ ചെയ്താൽ മതി? സിമ്പിളായിട്ട് H2+Cl2 രണ്ട് സൈഡിലും 2 ആക്കണം. H 2 എണ്ണം ആക്കണം, Cl 2 എണ്ണം ആക്കണം. എന്താ ചെയ്യേണ്ടത്? മുമ്പിൽ എന്തിട്ട് കൊടുത്താൽ മതി? 2 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്തായി? 2HCl. ഇപ്പം ഇനി നോക്കിയേ, ഹൈഡ്രജൻ 2, ക്ലോറിൻ 2, ഹൈഡ്രജൻ 2, ക്ലോറിൻ 2. ഓക്കെ ആണല്ല? ഓക്കെ അല്ലേ? ഇതാണ് ബാലൻസ് ചെയ്യേണ്ട ഇക്വേഷൻ. മനസ്സിലായാലും ഇപ്പോൾ ബാലൻസ് ചെയ്യേണ്ട എങ്ങനെയാണ് മനസ്സിലായില്ലേ?